പാലക്കാട് നെന്മാറയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയ BJP പ്രവർത്തക പിടിയിൽ. നെന്മാറ പഞ്ചായത്തിലെ 17-ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതിയാണ് പിടിയിലായത്. കണിമംഗലം പുഴയ്ക്കൽത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരമാണ് കുത്തിത്തുറന്ന് 10,000-ഓളം രൂപ മോഷ്ടിച്ചത്. പ്രജിത്ത് കോങ്ങാട് നമുക്കൊപ്പം ചേരുന്നു. പ്രജിത്ത്, എന്താണ് സംഭവം? സാധാരണ BJP പ്രവർത്തകർ ക്ഷേത്ര സംരക്ഷകരായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? സജിത്ത്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് ഈ കണിമംഗലം പുഴക്കൽത്തറ ചെരുവ് കണിമംഗലത്തിലെ ഒരു മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് അതിൽ നിന്ന് ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ഭാരവാഹികൾ വന്ന് നോക്കിയപ്പോഴാണ് ഈ ഭണ്ഡാരം കുത്തി തുറന്ന നിലയിൽ കാണുന്നത്. അതിനുശേഷം അവർ നെന്മാറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സമീപത്തുള്ള CCTV പരിശോധിച്ചപ്പോഴാണ് ഈ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയത്. കണിമംഗലം പുഴക്കൽത്തറ ചെരുവിലെ പ്രഭാവതി എന്ന പ്രസന്നയാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. 2020 ഈ നെന്മാറയിലെ 17-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു ഇവർ. മത്സരിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇവർക്ക് ഇതിനു മുമ്പ് മുക്കുപണ്ടം പണയം വെച്ച അതിലും കേസിലെ പ്രതിയാണ് ഇവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും BJP പ്രവർത്തകയാണ് ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിച്ചതിന് അറസ്റ്റിലായത്. കർണാടകയിൽ ഇന്ന് പുതിയ മന്ത്രിസഭ ചുമതലയേൽക്കുകയാണ്. സിദ്ധരാമയ്യയുടെ പിൻഗാമിയാവാൻ DK ശിവകുമാറും 10 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. പക്ഷേ സസ്പെൻസ് ഇതുവരെയും തീരുന്നില്ല. കാരണം ആരൊക്കെയാവും? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.